പണ്ട് മുതലേ കോൺഗ്രസ്സിലുള്ളൊരു പ്രശ്നം ഇതാണ്. അതായത് പാലം കിടക്കോളം നാരായണ, കടന്നു കഴിഞ്ഞാൽ കൂരായണം. ഈ അവസ്ഥ, അതായത് മുമ്പിൽ നിന്ന് എല്ലാത്തിനും കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ അങ്ങ് തഴയും. എന്നിട്ട് എന്ത് ചെയ്യും? വേറെ ഇരിക്കുന്ന ഒരുത്തന് എനിക്ക് ഈ പോസ്റ്റ് വേണം. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം പണ്ട് മുതലേ. അതുകൊണ്ടാണ് എനിക്ക് തോന്നി കുറേ ഗ്രൂപ്പ് അങ്ങ് ഉണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇറങ്ങിയ ആ വർഷം, അതായത് ആദ്യത്തെ 10 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഇലക്ഷനിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് 5 വർഷം ഭരിച്ചതിന് ശേഷം അതിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. ഇക്കൊല്ലം നിങ്ങൾക്ക് ഇത്ര ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണം വി.ഡി. സതീശനാണ്. അല്ല, നിങ്ങൾക്ക് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അയാളെ കണ്ടിട്ടാണ് ജനങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്തത്. അയാളായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരൊറ്റ പ്രതീക്ഷയിലാണ് ഓരോ ജനങ്ങളും വോട്ട് ചെയ്ത് ഇത്ര ഭൂരിപക്ഷം നിന്ന് നിങ്ങളെ വിജയിപ്പിച്ചത്. അല്ലാണ്ട് ഗ്രൗണ്ടിൽ കയ്യും കെട്ടി, ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കയ്യും കെട്ടി നിന്നിട്ട് കപ്പ് മേടിക്കാൻ നേരത്ത് ഓടി വന്ന് കപ്പ് മേടിക്കുന്നത് നാണം കെട്ട പരിപാടിയാണ്. അതിനി RC ആണേലും KC ആണേലും RG ആണെങ്കിലും. ഇനി നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് ഇനി നിങ്ങൾ എന്താ പറയുക, രാഹുൽ ഗാന്ധിയെ ഇരുത്തി കഴിഞ്ഞാലും ജനങ്ങൾ പ്രതികരിക്കും. നിങ്ങൾ ജയിപ്പിച്ച്, അതായത് തൂക്കിയടിച്ച് ജയിപ്പിച്ച പോലെ അണ്ണാക്കിൽ അടിച്ചിറക്കുകയും ചെയ്യും. എടോ, നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ, ഈ RCയോ KCയോ ആരും ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, ഏതെങ്കിലും ഒരുത്തൻ വന്ന് നെഞ്ഞും വിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? തോറ്റു കഴിഞ്ഞാൽ തോൽവിയെല്ലാം ഞാൻ ഏറ്റെടുത്ത് ഞാനൊരു വനവാസത്തിന് പോകുന്നത്. അതിനൊന്നും അന്നൊന്നും ഒരുത്തനില്ലാത്ത ധൈര്യം ഇന്ന് സീറ്റിന് വേണ്ടി നാണമുണ്ടോ കോൺഗ്രസ്സേ? നാണമുണ്ടോ? പറയണ്ടെന്ന് വെച്ചാൽ എങ്കിലും പറഞ്ഞു. കുറച്ചെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ ആ വി.ഡി. സതീശന് അത് കൊടുക്കുക. അങ്ങേരെ കണ്ടിട്ട് ഓരോ ജനങ്ങളും വോട്ട് ചെയ്തേ, അല്ലാതെ നിങ്ങളെ കണ്ടിട്ടൊന്നുമല്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു ചർച്ച വരികയാണെങ്കിൽ ഈ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാലോ, ഇല്ല നമ്മളതിന് ആപ്റ്റായിട്ടുള്ള ആളല്ല, ഇയാളാവട്ടെ, ഇയാളല്ലേ കഷ്ടപ്പെട്ടെ, അതല്ലേ വേണ്ടേ, അയാൾക്ക് വേണ്ടി മാറിക്കൊടുക്കല്ലേ വേണ്ടേ. അതല്ലേ ഒരു എന്താ പറയുക, ഒരു 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 രാഷ്ട്രീയത്തിന് ചേർന്ന നല്ലൊരു ഇത്. സ്ഥാനം കിട്ടുക എന്ന് പറയുമ്പോൾ MP സ്ഥാനം രാജിവെക്കാൻ റെഡിയാണ്. അയ്യോ, അതുവരെ ഹൈക്കമാൻഡിൽ MP സ്ഥാനത്തിരിക്കുന്ന ആരും മത്സരിക്കാൻ പാടില്ല. ഇയാൾക്ക് വേണ്ടി ഹൈക്കമാൻഡ് അത് മാറ്റിക്കൊടുക്കാനാണോ തീരുമാനം? എന്നിട്ട് അവിടെ മത്സരിച്ച് അവിടെ ഏതെങ്കിലും ഒരു BJP കയറിയിരിക്കണം. അപ്പോൾ ആ സീറ്റ് പോയി. അപ്പോൾ കുറേ കോടികൾ അവിടെയും പോയി. പിന്നെ ഇവിടെ വന്ന് ഇവിടെ മത്സരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ജയിച്ച ആ മനുഷ്യന് ഇവിടെ നിന്ന് എന്താവണം? രാജിവെക്കണം. എന്നിട്ട് ഇയാൾ ഇവിടെ നിന്ന് മത്സരിച്ച് ഇവിടെ വിജയിക്കണം. ഈ ജനങ്ങളുടെ സമയത്തിനും അല്ലെങ്കിൽ ഇതിനൊന്നൊരു വിലയില്ലേടേ, ഇല്ലേ? നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്നാലോചിച്ച് നോക്ക്. ഈ ജനങ്ങൾ വെറും കഴുതകളാണോ എന്നാണോ നിങ്ങളുടെ വിചാരം? കഷ്ടം തന്നെ.